അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ ദീനിയാത്തും അഖ്ലാഖും കേട്ടെഴുത്തുമാണ്. അപ്പോൾ അതിൻ്റെ മുൻവർഷത്തെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 2025 ചോദ്യപേപ്പർ നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് മക്കയിൽ, വഫാത്തായത് എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെല്ലാ കുട്ടികൾക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ നബിയവർ ആരാണ്? മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, വഫാത്ത് പുണ്യ മദീനത്ത്. അപ്പോൾ നബി വഫാത്തായത് മദീനയിലാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഉസ്താദ് ചോദിക്കും. അപ്പോൾ കുട്ടികൾ മറുപടി പറഞ്ഞാൽ മതി, ഒന്നും എഴുതാനൊന്നും വേണ്ട. ഈ ചോദിക്കുന്നതിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്താൽ മതി, കുട്ടികൾ പറയുന്നവർക്ക് മാർക്ക് കൊടുക്കും. അങ്ങനെയായിരിക്കും പരീക്ഷ. രണ്ടാമത്തെ ചോദ്യം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആയത് 40-ാം വയസ്സിലോ 60-ാം വയസ്സിലോ? ഏതാ ശരി? 40-ാം വയസ്സിലാണ് നബി ആയത്. അടുത്ത്, നാം കൂട്ടുകാരാക്കേണ്ടത് ആരെയാണ്? നല്ലവരെയാണ് നാം കൂട്ടുകാരാക്കേണ്ടത്. അടുത്തത്, എല്ലാം കാണുന്നവൻ ആരാണ്? അല്ലാഹു. അടുത്ത്, നമ്മെ 10 മാസത്തോളം ഗർഭം ധരിച്ചു പ്രസവിച്ചു ആര്? ഉമ്മ. നമുക്ക് ആവശ്യമായ മതപരമായ അറിവുകൾ പഠിപ്പിച്ചു തരുന്നത് ആരാണ്? മതപരമായ അറിവ് പഠിപ്പിച്ചു തരുന്ന ആരാണ്? ഉസ്താദുമാർ. അടുത്തത് 2024 ചോദ്യപേപ്പർ. നമുക്ക് ഇസ്ലാം ദീനിനെ പഠിപ്പിച്ചു തരുന്നത് ആരാണ്? ഉത്തരം ഉസ്താദുമാർ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം പറയണം എന്ത്? അൽഹംദുലില്ലാഹ്. നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നതിന് പണം കണ്ടെത്താൻ അധ്വാനിക്കുന്നു ആരാണ് അങ്ങനെ അധ്വാനിക്കുന്നത്? നമ്മുടെ ഉപ്പ. അടുത്തത്, നാം കൂട്ടുകാരാക്കണം ആരെ? നല്ലവരെ. നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? അല്ലാഹു. നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം ചൊല്ലണം എന്ത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് 2023 ചോദ്യപേപ്പർ. നമുക്ക് മതപരമായ ഒരേ ചോദ്യം തന്നെയാണ് ആവർത്തിച്ചു വരുന്നത്. നമുക്ക് മതപരമായ അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ്? ഉസ്താദുമാർ. നാം കൂട്ടുകൂടണം ആരെ? നല്ലവരെ. പിതാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ 2 അപ്പോൾ ഉപ്പ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബാഗ് വാങ്ങിത്തരുന്നു, പെൻസിൽ വാങ്ങിത്തരുന്നു, പിന്നെ ഫുഡ് വാങ്ങിത്തരുന്നു. എന്തൊക്കെ ഉപ്പ വാങ്ങിത്തരുന്നത് അതൊക്കെ പറയാം. അടുത്തത്, മാതാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്തെല്ലാം? 2 ഇതാണ്. 2 പറയാൻ. എന്താ? ഡ്രസ്സ് അലക്കി തരുന്നു, ഡ്രസ്സ് അയൺ ചെയ്തു തരുന്നു, പിന്നെന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും? ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, കുളിപ്പിച്ചു തരുന്നു. എന്തൊക്കെ നിങ്ങൾക്ക് ഉമ്മ ചെയ്തു തരുന്നു അതൊക്കെ നിങ്ങൾക്ക് പറയാം. അടുത്ത, നമ്മെ സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹു. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? അവിടെ ഉത്തരം എന്താ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും ആരാണ്? അല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലം ഏതാണ്? മക്ക. നമുക്ക് വേണ്ടി അറിവുകൾ പഠിപ്പിച്ചു തരുന്നത് ആരാണ്? ഉസ്താദുമാർ. നാം കൂട്ടുകൂടണം ആരെ? നല്ലവരെ. നമ്മെ പ്രസവിച്ചത് ആരാണ്? ഉമ്മ. 2021 ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം എന്ത് പറയണം? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അല്ലാഹുവാണ്. ആരാധനക്കർഹൻ ആര്? അല്ലാഹു മാത്രം. അടുത്തത്, ചീത്ത കൂട്ടുകാരോട് നാം സഹവസിക്കരുത്. നാം സഹവസിക്കണം ആരോട്? നല്ല കൂട്ടുകാരോട്. നമ്മുടെ നബി മക്കയിൽ ജനിച്ചു, വഫാത്തായത് എവിടെ? മദീനയിൽ. നമ്മുടെ നബിയുടെ മാതാവ് ആമിന ബീവി. പിതാവിൻ്റെ പേര് പറയാമോ? അബ്ദുള്ള. നമുക്ക് പുസ്തകം വാങ്ങിത്തരുന്നത് പിതാവാണ്. അവർ അറിവ് പഠിപ്പിച്ചു തരുന്ന ആരാണ്? ഉസ്താദുമാർ. നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നമ്മെ പ്രസവിച്ചത് ആര്? ഉമ്മ. അല്ലേ? അപ്പോൾ ഇതാണ് കുറേ വർഷത്തെ ചോദ്യങ്ങൾ. അപ്പോൾ ഈ ദീനിയാത്ത് അഖ്ലാഖിന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉസ്താദുമാർക്കുള്ള ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പാഠം 1, പാഠം 2 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പാഠം നമ്മുടെ നബിൻ്റെ പാഠമാണ്, നബിനെക്കുറിച്ച്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ഉമ്മ ആമിന ബീവി, ഉപ്പ അബ്ദുള്ള. അപ്പോൾ കുട്ടികൾക്ക് ആ പാട്ട് പഠിപ്പിച്ചു കൊടുത്താൽ മതി. അടുത്തത്, ജനിച്ച സ്ഥലം മക്ക, വഫാത്തായത് മദീനയിൽ. നബിയുടെ ഗോത്രം ഓർത്തു വെച്ചോളൂ, ഖുറൈഷ് ഗോത്രം. വംശം ഹാഷിമി. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത്, നബിക്ക് നുബുവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിൽ? 40-ാമത്തെ വയസ്സിൽ. നബി വഫാത്തായത് അഥവാ മരണപ്പെട്ടത് എപ്പോഴാണ്? 63-ാമത്തെ വയസ്സിൽ.
അപ്പോൾ അത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നബി വഫാത്തായത് എത്രാമത്തെ വയസ്സിലാണ്? 63. നബി ആയത് 40-ാമത്തെ വയസ്സിൽ. നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത പാഠം അള്ളാഹിനെ കുറിച്ചുള്ള പാഠം. നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹു, ആരാധനക്കാരൻ അള്ളാഹു, എല്ലാം പടച്ചവൻ അള്ളാഹു, പിന്നെ ജീവികൾക്ക് ആഹാരം നൽകുന്നവൻ അള്ളാഹു, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു, പിന്നെ കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും അള്ളാഹു. പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം ചൊല്ലണം എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലണം എന്ത്? അൽഹംദുലില്ലാ. അത് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ. അടുത്തത് എങ്ങനെയാണ് സലാം പറയേണ്ടത്? അസ്സലാമു അലൈക്കും. സലാം അടക്കേണ്ടത് എങ്ങനെ? വഅലൈക്കും അസ്സലാം. അടുത്തത് ഉപ്പാനെക്കുറിച്ച് എന്താ? നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങിത്തരുന്നത് ആരാണ്? പിതാവ് അല്ലെങ്കിൽ ഉപ്പ. നമുക്ക് വസ്ത്രം വാങ്ങിത്തരുന്നത് ആരാണ്? പിതാവ്, ഉപ്പ. നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നത് ഉപ്പ. വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പ. പണം കണ്ടെത്തുന്നത് ഉപ്പ. അടുത്തത് ഉസ്താദിനെ കുറിച്ച്. നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ്? ഉസ്താദ്. നമുക്ക് ഇസ്ലാം ദീൻ പഠിപ്പിച്ചു തരുന്നത് ആരാണ്? ഉസ്താദ്. അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട്. ഉസ്താദുമാരെ നാം ബഹുമാനിക്കണം. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ് ആര്? നമ്മുടെ ഉസ്താദുമാർ. പിന്നെ അധ്യാപകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊക്കെ. അടുത്ത കൂട്ടുകാർ. വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കാനെത്തുന്ന ആളാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരാണ് നല്ല കൂട്ടുകാർ. ആരാണ് നല്ല കൂട്ടുകാർ? നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരാണ് നല്ല കൂട്ടുകാർ. നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരാണ് നല്ല കൂട്ടുകാർ. ചീത്ത കാര്യങ്ങളിൽ നാം ആരെയും സഹായിക്കരുത്, അവരോട് കൂട്ടുകൂടുകയും ചെയ്യരുത്. സജ്ജനങ്ങളോട് കൂട്ടുകൂടുന്നവരെ അള്ളാഹുവും ജനങ്ങളും ഇഷ്ടപ്പെടും. പലരും ചീത്ത സ്വഭാവികളാവുന്ന ദുഷിച്ച കൂട്ടുകാരെ കൊണ്ടാണ്. നമുക്ക് നല്ല കാര്യം ചെയ്തു തന്നാൽ അവരോട് ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയണം. നല്ലവരോട് കൂട്ടുകൂടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കൊരാൾ നല്ല കാര്യം ചെയ്തു തന്നാൽ എന്താണ് പറയേണ്ടത്? ജസാക്കല്ലാഹു ഖൈറ. പിന്നെ ഇതിൽ കുറേ പാട്ടുകളാണ്. ഈ പാട്ടൊന്നും പരീക്ഷയ്ക്ക് വരില്ല, ഈ പറഞ്ഞ ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് വരികയുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? കേട്ടെഴുത്താണ്. കേട്ടെഴുത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വർഷത്തെ കേട്ടെഴുത്തിൻ്റെ ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. പഴയ പുസ്തകത്തിലുള്ള കേട്ടെഴുത്തിൻ്റെ വാക്കുകളൊന്നും ഈ വർഷത്തെ പുതിയ പുസ്തകത്തിലില്ല. അതുകൊണ്ട് അതൊന്നും പരീക്ഷയ്ക്ക് വരില്ല. എന്നിരുന്നാലും നമ്മൾ ഒന്ന് പരിചയപ്പെടണം കേട്ടെഴുത്തിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ 2025 കേട്ടെഴുത്തിൻ്റെ ചോദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. കണ്ടോ? അപ്പോൾ 2025 ചോദ്യമാണിത്. ഇവിടെ 2 പാർട്ടായിട്ടാണ് ചോദ്യം ഉണ്ടാവുക. അതായത് ഇത് ഉസ്താദ് പറയും, അപ്പോൾ കുട്ടികളത് കാണാതെ എഴുതുക. അതാണ് ഇതിൻ്റെ രീതി. അപ്പോൾ നമുക്ക് നമ്മൾ അറബി മലയാളം പുസ്തകത്തിൽ നിന്നും ഉണ്ടാകും ചോദ്യം, അതുപോലെ അബി ഉമ്മി പുസ്തകത്തിൽ നിന്നും ചോദ്യം ഉണ്ടാകും. അപ്പോൾ ഇതാണിത് തഫ്ഹീമു തിലാവൻ്റെ ചോദ്യങ്ങൾ. ഇത് അറബി മലയാളത്തിൻ്റെ ചോദ്യം. ഷഅബാനു, മലായികത്തുൻ, ഖിർത്താസുൻ. കണ്ട? അപ്പോൾ നമ്മളെ ചിത്രം, ഓരോ ചിത്രത്തിനും ഓരോ പേരുകളുണ്ടല്ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അങ്ങനത്തെ വാക്കുകളൊന്നും എന്ത് ചെയ്യാറില്ല, പരീക്ഷയ്ക്ക് വരാറില്ല. അതിൻ്റെ താഴെയുള്ള വാക്കുകളാണ് ഡിക്റ്റേഷന് കേട്ടെഴുത്തിന് വരാറുള്ളത്. ഇനി ഇവിടെ നോക്കുക. യുവത്വം, മേഘം, സൃഷ്ടി. ഇതാണ് 2025 വന്നത്. ഇനി 24 വന്നത് നോക്കുക. കണ്ടോ? കരീമുൻ, സാബിത്തുൻ, ഗഫൂറുൻ, സാ, ഒരക്ഷരം മാത്രം വന്നു. ഇവിടെ വഴങ്ങി, അംഗം, ചന്ദനം, ഭ. ഇനി 2023 ചോദ്യം നോക്കാം. ഉണ്ടോ? അസാബിത്തു, ഖലീലൻ, ഫാക്കിഹത്തുൻ, ഹാദി, ലമീറുൻ. ഇപ്പുറത്ത് അതിഥി, ബന്ധം, സ്വന്തം, കേരളം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്താണ് കേട്ടെഴുത്തിൻ്റെ അവസ്ഥ. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ പുതിയ സിലബസ് അനുസരിച്ച് പുതിയ പുസ്തകം വന്നു. അപ്പോൾ പുതിയ പുസ്തകം വന്നപ്പോൾ നമ്മളെ കേട്ടെഴുത്തിൻ്റെ ശൈലിയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. സാധാരണ കേട്ടെഴുത്തിന് ചിത്രത്തിൻ്റെ വാക്കൊന്നും തരാറില്ല. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ നമ്മളെ കാക്കൊല്ല പരീക്ഷയ്ക്ക് വന്ന അരക്കൊല്ല പരീക്ഷയ്ക്ക് വന്നപ്പോൾ ഇവിടെ ഷലീക്കുൻ. കണ്ടോ? അപ്പോൾ ചിത്രത്തിൻ്റെ പേര് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒന്നൊക്കെ വരുള്ളൂ, ഒന്നായിട്ടൊന്നും വരില്ല, ഏതെങ്കിലും ഒരെണ്ണമൊക്കെ വരുള്ളൂ. പിന്നെ ജിദുവലുൻ, ബുഷിറത്ത്, ഖതീബുൻ.
ഇതാണിപ്പോൾ കഴിഞ്ഞ ഹറാമുൻ ലിവാവും വസ്ബത്തുൻ, ഇത് കഴിഞ്ഞ അരക്കൊല്ല പരീക്ഷ ആയതുകൊണ്ട് അതിലൊരു പുസ്തകം മാത്രമേ കേട്ടെഴുത്തിന് വരുള്ളൂ. ഇനി ഇപ്രാവശ്യം അങ്ങനെയല്ല, ഇപ്രാവശ്യം 2 പുസ്തകവും കേട്ടെഴുത്തിന് വരും. അപ്പോൾ നമ്മൾ കേട്ടെഴുത്തിന് വരാൻ സാധ്യതയുള്ള വാക്കുകളൊക്കെ, പ്രത്യേകിച്ച് ഇന്ന് കുട്ടികളെ കൊണ്ട് അക്ഷരങ്ങളാണ് കാണാതെ എഴുതിപ്പിക്കേണ്ടത്. അക്ഷരങ്ങൾ, അതായത് ഇപ്പോൾ ലൊബി ആണെങ്കിൽ ലോ, ലീ, ലു, ഏത് അക്ഷരം കുട്ടിക്ക് എഴുതാൻ കിട്ടുക എന്നുള്ളതാണ്. ഈ കേട്ടെഴുത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കേട്ടെഴുത്തിന് കുട്ടീനോട് ഷെലീക്കുന്ന് എഴുതാൻ പറഞ്ഞ് കുട്ടി ഷാന്ന് എഴുതിയാൽ അതിന് 1 മാർക്കോ 2 മാർക്കോ ഉണ്ടാവും. കാരണം 8 മാർക്ക് എന്ന് പറയുന്നത് ഇത് മുഴുവൻ എഴുതിയ 8 മാർക്കാണ്. അപ്പോൾ ഒരക്ഷരം എഴുതിയാൽ 2 മാർക്ക് എന്തായാലും കിട്ടും. അതുകൊണ്ട് അക്ഷരങ്ങളാണ് ഇന്ന് കുട്ടിയെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടത്. അതോടൊപ്പം കൂട്ടി എഴുതാനും പഠിപ്പിക്കുക. അപ്പോൾ ലബിയുൻ, അപ്പോൾ ഇതൊക്കെ കേട്ടെഴുത്തിന് വരാൻ സാധ്യതയുണ്ട്, ചിത്രമുള്ള ഒരു വാക്ക്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ, അതുപോലെ തന്നെ പിന്നെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഐനബുൻ, സിയറുൻ, ആദുൻ, പ്രത്യേകിച്ച് നീട്ടാൻ വരുന്നതും ഷദ്ദ് വരുന്നതും രണ്ടും കൂടിയുള്ള വാക്കുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ പരീക്ഷയ്ക്ക് ഇത് കേട്ടെഴുത്തിന് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആദുൻ, ഇവിടെ എന്തുണ്ട്, നീട്ടാനുണ്ട്. പിന്നെ ഈദുൻ, കണ്ടോ, സബ്, ഇങ്ങനത്തെ വാക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഗൈബുത്തത്തുൻ, ഇവിടെ താ ഏത് താ ആണെന്നുള്ള കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഇതൊക്കെ വരാൻ സാധ്യത. ഗൈബത്തുൻ, റാബത്തുൻ, ഉറാബുൻ, ഗൈബത്തുൻ, ഫറാഖുൻ, അത്തരം വാക്കുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇപ്പുറം വന്നാൽ സുന്ദൂഖുൻ, സാബൂനുൻ, സൂബത്തുൻ, അങ്ങനത്തെ വാക്കുകൾ. ഇനി ലബ്ബുൻ പാഠത്തിലാണെങ്കിൽ ലുറൂഉൻ, ലാരിബുൻ, വുലൂഉൻ, നീട്ടാനും ഷദ്ദും വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഉണ്ട്. അതായത് അൽ വഹാബു, കണ്ടോ, അൽ വഹാബു, ഇപ്പോൾ ഇവിടെ ഷദ്ദുണ്ട് നീട്ടാനുണ്ട്. അൽ ഖഹാറു, അൽ ഫത്താഹു, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അല്ല് വായിക്കാത്ത ശംസിയായ അക്ഷരങ്ങൾക്ക് അല്ല് വായിക്കൂലല്ലോ. അപ്പോൾ അഷാക്കിറു, അസ്സലാമു, അല്ലാമിനു, ഇതും വരാൻ സാധ്യത ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇതുപോലത്തതും വരാൻ സാധ്യതയുണ്ട്. മൂസ, ഈസ, യഹ്യ, സ്വലാത്തുൻ പോലത്തെ അതും വരാൻ സാധ്യതയുണ്ട്. കുറേ മുമ്പൊക്കെ നല്ല ടഫായ ചോദ്യങ്ങളായിരുന്നു ഡിക്റ്റേഷന് വന്നിരുന്നത്. ഇപ്പോൾ സിലബസ് മാറിയതിനനുസരിച്ച് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ മുമ്പ് ഇതൊക്കെ വന്നിരുന്നു 2019 ചോദ്യത്തിലൊക്കെ, യാ ഉലിൽ അൽബാബൊക്കെ, ഉലിൽ അൽബാബ്, അങ്ങനത്തെ ദുന്തിഖാമ്, അതൊക്കെ കേട്ടെഴുത്തിന് തന്നെ വന്നിരുന്നു കുറേ മുമ്പ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചോദ്യത്തിൻ്റെ ശൈലി മാറ്റിയതനുസരിച്ച് ഇപ്പോൾ അങ്ങനത്തെ കാണുന്നില്ല. പിന്നെ ഇത് യഊദുഹു, ഇതിലൊക്കെ ഒന്ന് കേട്ടെഴുത്തി കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് നല്ലതാണ്. അതുപോലെ അള്ളാഹു, പിന്നെ സുബ്ഹാന, അത്തരം വാക്കുകളൊക്കെ. ഏതായാലും അള്ളാഹു